ഇപ്പോഴും പുതിയ ആശയങ്ങൾ എന്നും സ്വീകരിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകർക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്, സന്തോഷം. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്നൊരു ഫേസ്, പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് OTT വന്നതിന് ശേഷം ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ദൗത്യം ഓരോരോ ഫിലിം മേക്കേഴ്സ്, അത് ഡയറക്ടറായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, റൈറ്റേഴ്സും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ്, ഞങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി കൂടി കൊണ്ടുവരിക ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അതിനനുസരിച്ചുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആശയത്തോടു കൂടി അങ്ങനെ തിയേറ്ററിൽ വന്ന് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സിനിമയാണ് എക്കോ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ശരി, ഇത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു വിഷയം. ആൻഡ് പടം ഇറങ്ങി വളരെയധികം നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെരി ഹാപ്പി. ഞാൻ ഈ ഇവിടെയുള്ള നടന്മാർ, ഇവിടെയുള്ള ടെക്നീഷ്യൻസ്, ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കരിയറിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയായിരിക്കും എക്കോ. ടെക്നീഷ്യൻസിനായാലും ശരി, ഞങ്ങൾ ആർട്ടിസ്റ്റ്മാർ, ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളായാലും ശരി, അതിന് തീർച്ചയായിട്ടും വി ഓൾ താങ്ക് ദിൻജിത്ത് ആൻഡ് ബാഹുൽ ഫോർ ദിസ്. പിന്നെ ഈ വിനീതേട്ടൻ പറഞ്ഞ പോലെ രണ്ടാമത് സിനിമ കാണുമ്പോഴാണ് ഇതിൽ നമ്മളത് പറയും ചെറിയ ന്യൂവാൻസസ് എന്ന് പറയും. അത് റൈറ്റിങ്ങിൽ ചെയ്യുന്നതാണ്, എഴുത്തിൽ വരുന്ന സംഭവമാണ്. ഓഡിയൻസിനെ സ്പൂൺ ഫീഡ് ചെയ്യാതെ ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുക, എന്നാൽ ചിന്തിപ്പിച്ചിട്ട് ടയേർഡാക്കാനും പാടില്ല. സോ അത്രയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്, ആൻഡ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കിംഗ് ഓൾസോ.